ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവമാണോ? അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാം. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം വാവാ സുരേഷാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. തട്ടുകടയിലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് കമന്റ്സും വായിച്ചിട്ടുണ്ടായിരുന്നു. മോശമായിട്ടുള്ള കുറേ കമന്റ്സും കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെ ഇവൻ്റെ കടയിൽ വന്നൊക്കെ ഫുഡ് കഴിക്കുമെന്നൊക്കെ ചിലവന്മാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം പുള്ളിയുടെ പണി അറിയാമല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട്, മനുഷ്യർക്ക് എങ്ങനെ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണത്തില്ല. എന്നിട്ട് സ്റ്റോറി ഇടാനൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് മറ്റേ സ്റ്റോറി, മറിച്ചേ സ്റ്റോറി. അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നത് എൻ്റെ സ്ഥിരം ഡയലോഗ് തന്നെ. ചില മലയാളികൾക്കുണ്ട്, ഒരു 80% ആൾക്കാർക്കും ഉണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത്. അല്ലെ, പ്രളയം വന്ന സമയത്താണെങ്കിൽ ഇപ്പോഴാണ് മനസ്സിലായ എന്താ ജാതി മതവും അത് ഇത് മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇത് മനുഷ്യരായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ അതേ ആൾക്കാർ തന്നെ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പഴയ സ്വഭാവം തന്നെ എന്ന് പറയുന്ന പോലൊക്കെ തന്നെ. അവിടെ വാവാ സുരേഷിന് എന്താ പറയണ്ടേ, ഈ ചേരപ്പെടുത്തവും അതും ഇതുമൊക്കെ ഓക്കെ. ചിലവർക്കൊക്കെ ഭയങ്കര കൗതുകത്തോടെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യാം. ചില ആൾക്കാർക്കൊക്കെ പുച്ഛമാണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊടാനോ അടുത്തോട്ട് പോകാനോ അങ്ങനെ കുറേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ചാൾസ് രാജകുമാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രിട്ടനിലെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. കേരളത്തിൽ അറിയാവുന്നത് നോക്കുകയാണെങ്കിൽ വാവാ സുരേഷിൻ്റെ പേരായിരിക്കും അദ്ദേഹം പറയുന്നത്. അതൊന്നും ഇവിടുത്തെ കുറേ ആൾക്കാർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ. ഞാൻ ആ വീഡിയോസൊക്കെ ഒന്ന് വെച്ച് തരാം, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാ നിങ്ങൾ. അപ്പം പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാവും. ചാൾസ് രാജകുമാരൻ വന്ന് വാവയെ കാണാൻ ഇന്ത്യയിൽ വന്നപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും വാഴച്ചാൽ വെച്ചല്ലേ വാഴച്ചാൽ വെച്ച് കാണുകയും ചെയ്തു. വലിയ രീതിയിൽ വാവയെ പ്രശംസിക്കുകയും ചെയ്തു. അതിനടുത്ത് വേറെ സംഭവം, ഈ 2025 ഒരു സംഭവം ഉണ്ടായി. അവിടെ നമ്മൾ എന്താ ചെയ്ത് വെളിയിൽ പറയാനായിട്ട് ഒരു വാർത്ത ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവിടെ നമ്മുടെ പാർലമെന്റ് കഴിഞ്ഞ് അദ്ദേഹം ചാൾസ് രാജകുമാരൻ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലുള്ള കോട്ടയത്തുള്ള ഒരു ആളിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പാർലമെന്റ് ജീവനക്കാരനാണ്. അപ്പൊ സംസാരിച്ചു. അതേ സമയത്ത് ഏത് രാജ്യമാണെന്ന് ഇന്ത്യയാണെന്നോ ഇന്ത്യയിലാണെന്ന് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം. കേരളത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എത്രയോ ഇവിടെ പ്രധാനമന്ത്രി ഉണ്ട്, രാഷ്ട്രപതി ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അതൊരു പേര് പറഞ്ഞത് വാവാ സുരേഷ് എന്നാണ് പറഞ്ഞത്. മതി, ഇത് തന്നെ മതി. ഇതൊന്നും ഇവിടുത്തെ വിവരം കെട്ട ജനങ്ങൾക്ക് കുറെ എണ്ണം ഉണ്ട്. എന്താ പറയാ, ഞാൻ നോക്കുമ്പോൾ കമന്റ് ബോക്സിലൊക്കെ പറയുന്ന എടാ പുള്ളിയുടെയൊക്കെ റേഞ്ച് എന്താണെന്ന് ആദ്യം നീയൊക്കെ മനസ്സിലാക്കണം. ഈ എന്നെ പോലെ ചേരയൊക്കെ കണ്ടാൽ ഞാൻ കൂടും, ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഒരു ദിവസം പണ്ട് ഞാൻ അറിയാതെ ഈ സാധനത്തിന് നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിൽ അലമാരി തുറന്നപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ബെൽറ്റാണെന്നും പറഞ്ഞിട്ട് ഞാൻ കയറി അതേ കയറിയാണ് പിടിക്കുന്നത്. പിന്നീട് ഒരു ഓട്ടോ ഓടി, അതെനിക്ക് മാത്രം അറിയാം ഒരു സംഭവം. അറിയാമല്ലോ, ഇതുപോലെ റിസ്ക് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്താ പറയേണ്ട മനുഷ്യത്വം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇദ്ദേഹം പറയുന്ന കേൾക്കണം, ആ ഇൻ്റർവ്യൂവിനകത്തൊരു ടീച്ചറായിട്ടുള്ളൊരു ആള് ടോയ്ലറ്റിൽ നിന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുക, പിന്നെ സുഹൃത്ത് കാണിച്ച ഓരോ കാര്യങ്ങളൊക്കെ. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് വെച്ച് പോകത്തേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ. കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. കാരണം ഇതുപോറ്റ ടീംസിൻ്റെ ഒന്നും സംസാരിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ഓരോ മനുഷ്യര് കൊടുക്കുന്ന വില ആദ്യം അതറിയണം, അത് വെക്കാം. അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു, ലോക ശ്രദ്ധ നേടിയതാണ് ഇവരുടെ എല്ലാ പ്രശ്നം. കൈ രണ്ടും നന്നായിട്ട് കടിച്ച് നിക്ക് ഓക്കെ. അടുത്ത് സ്മെല്ല് വരുന്നത് എനിക്ക് അന്ന് ഡ്രസ് ചെയ്യണം, കൈ ബാൻഡേജ് ഡ്രസ് ചെയ്യണ്ടാണ്. ഈ രാജാവിനെ കാണാൻ പോകും, ചാൾസിനെ കാണാൻ പോകുന്ന സമയത്ത്. പക്ഷെ അന്ന് എനിക്ക് ഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ തിരുമ്പോൾ നല്ല സ്മെല്ലാണ്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മറ്റുള്ളവർക്കൊക്കെ അനുഭവിച്ച സമയത്തിനേക്കാളും പെട്ടെന്ന് അടുത്ത് വരികയും എൻ്റെ ഈ 2 കരങ്ങളും എനിക്കത് ജീവിതത്തിൽ ഞാൻ മരിച്ചെൻ്റെ അണ്ണാവിനോട് മറക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കൈ ഇങ്ങനെ ബാൻഡ് ചെയ്ത് നല്ല മണമാണ്, പഴുപ്പിന്റെ മണം. അത് 2 കൈ ഇങ്ങനെ പിടിച്ചു വെച്ച ഫോട്ടോ ആയിരുന്നു, പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2 കൈ ഇങ്ങനെ പിടിച്ചു വെച്ച് കുറേ അറിയാം. ഞാൻ നമ്മൾ വലിയ ഒരുപാട് പണ്ഡിതനല്ല, ഒരുപാട് അറിവുള്ള ആളല്ല, ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ അറിയാവുന്ന ഭാഷയിൽ സംസാരിച്ച് പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ബാലൻ സാർ തന്നെ ഞാൻ പറയുന്നത് മലയാളം അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ കൂടുതൽ സ്നേഹം തോന്നി. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു ആളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ആരെക്കുറിച്ച് അങ്ങനെ പറയുന്നതല്ല. ആ മനുഷ്യനാ കേരളം എന്ന് പറഞ്ഞാൽ വാവാ സുരേഷ് എന്നാണ് മറ്റേ പുള്ളിക്കാരൻ പറയുന്നത്, ചാൾസ്. എന്താ പറയാ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെയാണ്.
ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ പോർഷൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ഓരോ വ്യക്തികളുടെ രീതികളെ ഇങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അതായത് പറയുമ്പോൾ ഒരുപാട് കഥകളുണ്ട്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കഥയായിട്ട് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യും. എന്നോട് ഒരു 3-4 ആൾക്കാർ പറഞ്ഞു, നീ അത് പറയുമ്പം നിന്റെ ഇതായിട്ട് നീ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനത് പറയുന്നില്ല, വെക്കാം. ഏറ്റവും അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാം. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാള് പാവന് പിടിക്കാൻ പോയി. ഞാൻ കൈയൊക്കെ കഴുകി, ബാക്കിയുള്ള എല്ലാവരും ഷേക്കൻ കൊടുത്തു, അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വെച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, അത് 5 ദിവസങ്ങൾക്ക് അല്ല, ഒരാഴ്ചക്ക് മുന്നേ ഞാനിതൊരു അവനെ നമ്മളതിരിയെ പിടിച്ചു, കൈയൊക്കെ സോപ്പിട്ട് ഭാഗത്തൊക്കെ കഴുകി. എന്നിട്ട് അത് എനിക്ക് 500 രൂപ തന്ന സമയത്ത് എന്റെ കൈ 500 രൂപയോ? ഇത്രയൊക്കെ റിസ്ക് എടുക്കുന്ന പരിപാടിക്ക് 500 രൂപ കൊടുക്കുന്നു? അത് കൊള്ളാലോ. ഇത് ഇയാളായിട്ടാണ് കേട്ടോ. വേറെ വല്ല ആൾക്കാരാണെങ്കിൽ നല്ല പൈസ മേടിച്ചേനെ. നമ്മുടെ അടുത്ത് ഒരു ചേട്ടൻ വന്ന് ഈ കാര്യങ്ങളെടുത്തതിന്, പാമ്പും കാര്യങ്ങളും എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് എങ്ങാണ്ട് 7000 രൂപ കണ്ടാണ് മേടിക്കാൻ വേണ്ടി ചെയ്തത്. അത് അത്യാവശ്യം വലിയ സാധനമായിരുന്നു. അതിനെ പിടിച്ച് അവർ ചാക്കി കെട്ടി സെറ്റ് ചെയ്തെല്ലാം വിട്ടതിന് 7000 രൂപ മേടിച്ചു. ഈ പുള്ളിക്കാരനാണെങ്കിൽ ആരോടും അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും വലുതായിട്ട് മേടിക്കത്തില്ല. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആ പുള്ളി ഓരോ സ്ഥലത്ത് ചെന്ന് ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് മേടിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ പുള്ളി അത് മേടിക്കും. പിന്നെ ഒരുപാട് ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പാന്ന് തോന്നി ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് ഹോസ്പിറ്റലായിരുന്നു, സീരിയസ് ആണെന്ന് പറഞ്ഞാൽ മൊത്തം ന്യൂസിലുണ്ടായിരുന്നു. ന്യൂസിലും കാര്യങ്ങളും മൊത്തം അതായിരുന്നു. എടാ എന്താ പറയാ, കുറച്ച് റെസ്പെക്റ്റ് എങ്കിലും കൊടുക്കടേ, കുറച്ച് റെസ്പെക്റ്റ് എങ്കിലും. അതും കൊടുക്കാത്ത കുറെ ആൾക്കാർ. ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് കൈ കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കൈ തന്നെ ഇട്ടു, അതിന് പെട്ടെന്ന് കൈ വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ വെളുപ്പാട്ടൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പിള്ളേരെ മക്കളെ സാധാരണക്കാരാണ് കേട്ടോ. കൊച്ചുമക്കൾ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചുമക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിനെ ഇഷ്ടമില്ലാത്ത ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോണ്ട, ഒരു ടമ്പലത്തിനടുത്തോടെയാണെന്ന് എന്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പൊ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു, പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരും. അമ്മേടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിന്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 12:30 തുടങ്ങി ഒരു 6 മണിക്കാണ് എത്തുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചു. ഞാനൊരു പണ്ടും എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തന്നതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ ചിന്ത, എന്റെ ചെറുപ്പം മുതൽ എനിക്ക് അത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാന് പാത്രമൊക്കെ കഴിച്ചാൽ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പൊ ഞാൻ കുടിക്കാൻ വേണ്ടത് കഴിച്ചു. അപ്പൊ കുടിക്കാൻ മക്കളെ ഇപ്പൊ കൊണ്ടോ കുടിക്കാൻ പോയിട്ട് അവർ വീട്ടിന്റെ പുറകിലെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലേക്ക് കുടിക്കാൻ വെള്ളം വന്നത്. അത് വ്യക്തമായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കില്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന കുപ്പി മഗ്ഗാണ്. ഞാൻ കുടിച്ചില്ല. ഇവിടൊക്കെയാണല്ലോ, ഇവിടെ വായനങ്ങ് വീണും പോയി. എന്നാലും ഒരു അധ്യാപികയല്ലേ, അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? അങ്ങനെ പറയണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. എൻ്റെ വായന അറിയാതെ വീണു പോയതോ. വിവരം കൂടി എൻ്റെ കുഴപ്പമായിരിക്കും. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, വീട്ടിലാണെങ്കിലും ആര് വന്നാലും ശത്രുവാണെങ്കിലും ഏത് രീതി വന്നാലാണെങ്കിലും പോലും അവർക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക. വെള്ളമാണെങ്കിൽ വെള്ളം, ആഹാരമാണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കുക. ഞാനൊരു വീട്ടിൽ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു എന്താ പറയുക, ഒരു കല്യാണമാണ്. കല്യാണത്തിന് മുമ്പത്തെ ദിവസം സൽക്കാരങ്ങളൊക്കെ കാണുമല്ലോ. അതിനിടയ്ക്ക് ഒരു ഭിക്ഷക്കാരൻ ചെന്ന് പുള്ളിക്കാരനെ എന്തെടുത്ത് പുള്ളിക്കാരൻ വന്നിട്ട് ഫുഡ് ചോദിക്കാൻ വേണ്ടി ചെയ്ത്. ആ വീട്ടിലെ അങ്കിള് അയാളെ പിടിച്ച് എവിടെ കൊണ്ടിരുത്തി, ആ ആൾക്കാരിരിക്കുന്നതിൻ്റെ അവിടെ കൊണ്ടിരുത്തി പുള്ളി ഫുഡും കാര്യങ്ങളും. ആ വീട്ടിലെ പെണ്ണിൻ്റെ അച്ഛനാണ് ഫുഡെല്ലാം വിളമ്പി കൊടുത്ത് കുറച്ച് ആഹാരവും കഴിച്ചിട്ട് പൈസയും കൈ വെച്ചിട്ട് പുള്ളി പറഞ്ഞു വിട്ടത്. അതും അല്ലെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ താൻ എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിടാം. നിങ്ങളുടെയൊക്കെ വീട്ടിലാരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുമോ? ഞാൻ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്, നല്ല ആൾക്കാരെയൊക്കെ. ഇവിടെ മനുഷ്യൻ്റെ ചിന്താഗതികളൊക്കെ ഒരുപാട് മാറുന്ന നല്ലതായിരിക്കും. കുറേ എഡ്യൂക്കേഷനും അതും ഇതും മറ്റേതും മറിച്ചത് എല്ലാം തികഞ്ഞെന്നുള്ള ഭാവവും പിന്നെ ഞാനാണ് എല്ലാം എന്നുള്ളൊരു ഭാവത്തോടെ നടന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ചില ആൾക്കാരുടെ സംസാരങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട സംസാരമൊക്കെ.
അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും അന്മത്തുള്ള സുഹൃത്തുണ്ടായിരുന്നു, നല്ല സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എന്റെ തിരുവോണം ഉണ്ടെന്നത് എന്റെ അമ്മയോടും അപ്പനോടും ഒന്നാണ്. ഇതൊന്ന് കേൾക്കണം കേട്ടോ, ഉച്ച ചങ്ങാതിയെ കുറിച്ച് പറയുന്നത് ഒന്ന് കേക്ക്. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരം, അറിയപ്പെടുന്ന വെച്ചാൽ അതിന്റെ തൊട്ടടുത്താണ് പ്രമാദം ഒരു ക്ഷേത്രമാണ്, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യമായി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള അനാഥ മന്ദിരമാണ് ആനന്ദനിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ ദൈവത്തിന് കൊടുത്തിട്ട് എന്താ നേടാൻ പോകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 ആരെങ്കിലും ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതും കൂടി ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്ന് എനിക്ക് പറയാം. അപ്പൊ ഞാൻ തിരുവോണം 10 വർഷം അവിടെ പോകുന്നത്. അപ്പൊ ഒരു തിരുവോണത്തിൽ എന്നെ വിളിച്ച് സുരേഷ് എന്റെ ഇന്നത്തെ തിരുവോണത്തിന്റെ വീട്ടിൽ ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് പലതും. അപ്പൊ എല്ലായിടത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിലും. അപ്പൊ ഞാൻ കഴിച്ചു, ഞാനവിടെ ഇറങ്ങി, ഞാൻ വരാം പായസം കുടിക്കാം. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിന്റെ വരാന്തിരുത്തി ഞാൻ ഇരുന്നു. ഞാൻ പായസം എടുക്കാൻ നോക്കി. ശരി, ഞാൻ ആയിക്കോട്ടെ. 1/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ അയച്ച അടുക്കളയിലേക്ക് പോയി. അപ്പൊ അവരെല്ലാത്തുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ക്ലാസ്, 10-50ഓളം ക്ലാസ്സിലെ വീട്ടിനകത്തിരിപ്പുണ്ട്. അപ്പൊ മോനെ മാത്രമാണ്, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കി ഇവിടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം. അപ്പൊ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ ഡിസ്പോസബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എന്റെ പോക്കറ്റിട്ട് ഡിസ്പോസബിൾ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളായിരിക്കും. പക്ഷെ അമ്പോ, ആ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാ ഒറ്റ കൂട്ടുകാരനാണ്. എടേ കാലം അങ്ങനാണേ. ഇതിപ്പം കൂട്ടുകാരനാ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ഉള്ള കാര്യം തുറന്നു പറയല്ലോ. അപ്പോൾ കൂട്ടുകാരനാണ്, ചിലപ്പോൾ കൂട്ടുകാരനല്ലെങ്കിലോ കൂട്ടുകാരൻ്റെ വൈഫാവാം, അല്ലെങ്കിൽ അമ്മയാവാം, ചിലപ്പോൾ അമ്മായിമ്മയാവാം. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ കൂട്ടുകാരൻ്റെ വൈഫായിരിക്കും പറഞ്ഞത് ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ് മറ്റേത്. എനിക്ക് തോന്നിയ കാര്യം കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഒറ്റ ചങ്ങാതി അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു കാരണം കാണാതെ ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കാം. ഈ ഒരു ഇൻ്റർവ്യൂ മൊത്തം ഞാൻ കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, ഒന്നാമത്തെ വിഷയങ്ങളൊക്കെ. പിന്നെ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ലോകം അറിയപ്പെടുന്ന ആൾക്കാർ. അത് നമ്മൾ എത്തിക്കുക, അല്ലാതെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തട്ടുകടയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, ഞാൻ ചെറുതായിട്ടൊന്ന് വെച്ച് തരാം. പിന്നെ അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ അതിഥികളെ സംരക്ഷിക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് അതിഥികളോടൊപ്പം മാത്രം പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുകയില്ല. അപ്പോൾ വേറെ പേഴ്സണലി എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞാൽ എൻ്റെ 3 സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇനി ഇതും ആരും പൂട്ടിക്കാനൊന്നും നിൽക്കുകയൊന്നും ചെയ്യരുത്. അദ്ദേഹം ജീവിച്ചു പോട്ടെ. എന്തായാലും എന്താ പറയുക, എനിക്കിപ്പോൾ ഒരു കാണണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ട് പുള്ളിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, വലുതായിട്ടൊന്നും വലിയ സംസാരമൊന്നും എനിക്ക് എൻ്റെ ഒന്നാമത്തെ വിഷയം വേറെ ഒന്നുമല്ല. ഞാൻ ആ ഇൻ്റർവ്യൂ ഇരുന്ന് കണ്ട് എന്തോ പോലെ. പിന്നെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീഡിയോ ഉണ്ട്, എന്നിട്ട് അനന്ത് ചേട്ടനെ ഞാൻ വിളിച്ച്, ചേട്ടൻ എനിക്ക് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നൊക്കെ ചെയ്തത്. ഓരോ ആൾക്കാരെ ഇങ്ങനെയൊക്കെ കുറേ